ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്ന് ആരാധനാക്രമത്തിലേത് നമ്മൾ ആഘോഷിക്കുന്ന വലിയ അനുഗ്രഹ ദിവസമാണല്ലോ മെയ് മാസം 14-ാം തീയതി. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത് 14-ാം തീയതിയാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ ഒരു വിശ്വാസ രഹസ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ആ തിരുവചനം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്: ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാളിൻ്റെ പ്രാധാന്യവും ഈ തിരുനാൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പ്രധാനപ്പെട്ട വിശ്വാസപരമായ ഒരു കാര്യവും ഈ തിരുവചന ഭാഗം നമ്മളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയുടെ സ്വർഗാരോഹണം അത് ശാരീരികമായ ഉയരങ്ങളിലേക്കുള്ള ഒരു എടുക്കപ്പെടൽ അല്ല. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കും നാളെ ലഭിക്കുവാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മളെ ഏറെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തിരുനാളിൽ ദൈവം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം, ഈശോനാഥൻ തൻ്റെ ഈ ലോകത്തിൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് തിരിച്ചുപോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ഒന്നാമതായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ടു ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരടിസ്ഥാന സത്യമാണ് ശിഷ്യന്മാർക്ക് ഈശോ യോഹന്നാൻ 16:28 വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നു, ഈ ലോകത്തിൽ ദൈവം അനുവദിക്കുന്ന ഒരു കാലം നമ്മൾ ജീവിക്കുന്നു, അതിനുശേഷം ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഈശോ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു കാര്യം ഈ സ്വർഗാരോഹണ തിരുനാളിൽ നമ്മളെല്ലാവരും നമ്മുടെ തിരക്കുകൾക്കിടയിൽ പ്രത്യേകം മനസ്സിൽ ഓർത്തു വയ്ക്കേണ്ട ഒരു സത്യമാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിന്നാണ് വന്നത്, ഞാനിവിടെ തട്ടിത്തടഞ്ഞ് കിടക്കേണ്ട ഒരു വ്യക്തിയല്ല, മറിച്ച് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ്. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈശോ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, അവൻ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് തിരുവചനം നമ്മളോട് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനത്തിലാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അവസാന വചനങ്ങളിലൊന്നാണിത്, മർക്കോസ് 16:19. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ഈശോയുടെ സ്വർഗീയ അധികാരത്തെയും പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈശോയ്ക്ക് സ്വർഗത്തിലുള്ള സ്ഥാനത്തെയും എല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്ന വചനമാണിത്. മൂന്നാമതായിട്ട് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം, ഈശോയുടെ മനുഷ്യരൂപത്തിലുള്ള ശാരീരിക സാന്നിധ്യം അവസാനിക്കുകയും ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയിലൂടെയും ഈശോ നൽകിയ സഹായകനായ പരിശുദ്ധാത്മാവിലൂടെയും ഈശോയുടെ ശക്തിയും സാന്നിധ്യവും നമ്മൾ സ്വർഗാരോഹണ തിരുനാളിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യരൂപത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം സ്വർഗാരോഹണത്തോടെ ശിഷ്യന്മാർക്ക് പിന്നീട് കാണുവാൻ സാധിച്ചില്ല.
തുടർന്ന് ഈശോ ദിവ്യകാരുണ്യത്തിലൂടെയും തിരുവചനത്തിലൂടെയും സഹായകനായ പരിശുദ്ധാത്മാവിലൂടെയും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മുടെ വിശ്വാസവും ദൈവവചനവും നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധ കുർബാന ഈശോയുടെ യഥാർത്ഥ ശാരീരിക സാന്നിധ്യമാണെന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ദിവ്യകാരുണ്യ അടയാളം ഈ അടുത്ത കാലത്ത് സംഭവിച്ച് നമ്മൾ ഓർക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിയെങ്കിലും ഈശോ ദൈവപിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ കൂടെയുണ്ട് എന്നതിൻ്റെ തെളിവാണ് പരിശുദ്ധ കുർബാന. അതുപോലെ ഈശോ പറയുകയാണ്, ഞാൻ ഒരു കണക്കിന് സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, കാരണം ഞാൻ പോയാലാണ് നിങ്ങൾക്ക് സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈശോയുടെ എല്ലാ കാര്യങ്ങളും ശുശ്രൂഷകളും ഈശോയുടെ ഈശോ ഭരമേൽപ്പിച്ച കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നത് സഹായകനായ പരിശുദ്ധാത്മാവാണെന്നും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണമെന്നും ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗാരോഹണ തിരുനാൾ കഴിഞ്ഞാൽ കേവലം 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പെന്തക്കോസ്ത തിരുനാളും ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുവാനായിട്ടുള്ള ഒരു ഒരുക്കമായിട്ടാണ് ശിഷ്യന്മാരുടെ ജീവിതത്തുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈശോ സ്വർഗാരോഹണം ചെയ്തതെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ നടന്നതിൻ്റെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ സ്വർഗാരോഹണ തിരുനാളിൻ്റെ പ്രസക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തായിരിക്കണമെന്നുകൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായിട്ട് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും നോട്ടവും എല്ലാം സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫാമിലിയുമായിട്ട് ഫോണിൽ സംസാരിക്കുവാനായിട്ടിടയായി. അവർ ധ്യാനകേന്ദ്രത്തിൽ ഒരു അച്ഛനെ കാണാൻ വന്നതാണ്. അപ്പോൾ അച്ഛന്മാരെ അവിടെ കാണാതിരുന്നപ്പോൾ ഓഫീസിലുള്ള ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ ആ ഫോണിൽ കൂടി അവരോട് സംസാരിച്ചു. ഒരു ചേച്ചിയാണ് സംസാരിക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ മകനുമായിട്ട് ഇവിടെ അച്ഛന്മാരെ ആരെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്താണ് വിഷയം പറയുക, പ്രാർത്ഥിക്കാം, പിന്നെ അച്ഛന്മാരുള്ള ഒരു സമയത്ത് നിങ്ങൾ വരിക എന്ന് പറഞ്ഞു. അപ്പോഴാ ചേച്ചി പറഞ്ഞത്, ഞാൻ മകന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനാ സഹായം ചോദിക്കാനും അച്ഛന്മാരെ കണ്ട് പ്രാർത്ഥിക്കാനും ഇവിടെ വന്നത്. 2021 അവൻ്റെ ഒരു ഡിഗ്രി പഠനം പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ കുറേ പേപ്പറുകൾ എഴുതിയെടുക്കാനുള്ളത് കൊണ്ട് പഠനം ആ വർഷം പൂർത്തിയായില്ല. 3 വർഷം കഴിഞ്ഞാണ് അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. അതിനുശേഷം പല സ്ഥലത്തും പല ജോലികളും അവൻ ചെയ്തു നോക്കി. ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കാനോ ജോലി മേഖലയിൽ ഒരു വളർച്ചയോ അഭിവൃദ്ധിയോ അവനുണ്ടായില്ല. ഇപ്പോൾ അവൻ വലിയ നിരാശയിലാണ്. ഡിപ്രഷൻ്റെ ഗുളിക കഴിക്കുകയാണ്. അവൻ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും അല്പം പോലും താല്പര്യമില്ലാതെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ചേച്ചി പറയുകയാണ്, അച്ഛാ, അവന് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ അവൻ എന്നോട് പറയും, ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ടും അമ്മ ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ടും ദൈവം എനിക്ക് എന്താണ് തന്നത്. പിന്നെ വലിയ ദേഷ്യം വരുമ്പോൾ അവൻ പറയും, ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ പോവുകയാണ്, ഞാൻ എൻ്റെ മതം തന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. പിന്നെ ചിലപ്പോൾ കഠിന നിരാശയിലിരിക്കും ഇവൻ, വലിയ ദൈവത്തോട് വലിയ ദേഷ്യം തോന്നി കഴിയുമ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ പരിശുദ്ധ കുർബാന എൻ്റെ കയ്യിൽ സ്വീകരിച്ചിട്ട് ഞാനത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. ദൈവത്തോടുള്ള ദേഷ്യം നമ്മുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നമ്മുടെ ആരാധനയുടെ കേന്ദ്രമായ ദിവ്യകാരുണ്യത്തോടു പോലുമുള്ള ദേഷ്യം അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അവൻ പ്രകടിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അത് കിട്ടാനും മാത്രമല്ല ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് വരേണ്ടതും ദൈവത്തോടൊരു ബന്ധം പുലർത്തേണ്ടതും എന്ന് ഈശോ ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശ്വാസ ജീവിതം നയിക്കേണ്ടത്. മറിച്ച് ഞാനൊരു ഈശോയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഈശോ പോയിടത്തേക്ക് എനിക്കും പോകുവാനായിട്ട് സാധിക്കണം. എൻ്റെ സ്വർഗത്തിലേക്കുള്ള പോക്കായിരിക്കണം ഈ ലോകത്തിൽ ഞാൻ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗവും ലക്ഷ്യവും. സ്വർഗമായിരിക്കണം എൻ്റെ നിയോഗം. കുറച്ച് നാളുകൾക്ക് മുൻപ് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ യോവാക്കീമിൻ്റെയും അന്നയുടെയും തിരുനാൾ ദിവസത്തിൽ ഒരു മാസികയിൽ
ആ മാതാപിതാക്കളെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനം ഞാൻ കാണുവാനും വായിക്കുവാനായിട്ട് ഇടയായി. ആ ലേഖനത്തോടൊപ്പം ഒരു മനോഹരമായ ചിത്രവും ആ ലേഖനത്തോട് ഒപ്പം ആ മാസികയിൽ ഞാൻ കാണാനായിട്ട് ഇടയായി. ആ ചിത്രം ഇങ്ങനെയാണ്: ബാലികയായ പരിശുദ്ധ മാതാവ്, പരിശുദ്ധ മറിയത്തിൻ്റെ 2 വശങ്ങളിലുമായി മാതാവിൻ്റെ മാതാപിതാക്കളായ യോവാക്കീമും അന്നയും. അവർ രണ്ടുപേരും ഒരു കൈകൊണ്ട് പരിശുദ്ധമ്മയുടെ കരം പിടിച്ചിരിക്കുന്നു, മറ്റേ കൈകൊണ്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിൻ്റെ അടിയിൽ ഒരു അടിക്കുറിപ്പും ലേഖകൻ എഴുതി വച്ചിരിക്കുകയാണ്: പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കൾ ചെറുപ്പം മുതൽ അവളെ സ്വർഗത്തെ നോക്കി ജീവിക്കുവാൻ അഭ്യസിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം, താല്പര്യം, ശ്രദ്ധ, അധ്വാനം സ്വർഗത്തിലെത്തുവാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട തിരുനാളാണ് സ്വർഗാരോഹണ തിരുനാൾ. സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കരുത് നമ്മൾ ദൈവത്തോട് ഒരു ബന്ധവും വിശ്വാസവും വെച്ച് പുലർത്തുന്നത്. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കത് കിട്ടാതിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വിശ്വാസത്തിൽ ഇടിവ് സംഭവിക്കുകയും ദൈവത്തോട് പോലും സ്നേഹവും ബന്ധവും അവസാനിപ്പിക്കുവാനായിട്ട് നമുക്ക് തോന്നുകയും ഒക്കെ ചെയ്യും. എല്ലാ കാര്യങ്ങളിലും നമ്മൾ നിരാശരായിരിക്കും. എന്നാൽ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, സ്വർഗത്തിൽ ഞാൻ എത്തണമെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, സ്വർഗത്തിലെത്തുവാൻ എന്നെ സഹായിക്കാത്ത ഒരു കാര്യങ്ങളും എനിക്ക് വേണ്ട എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവം ഈ ലോകത്തിൽ അനുവദിക്കുന്ന ഏതൊരു പ്രതിസന്ധിയും നമുക്ക് വിശ്വാസത്തോടെ ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കർത്താവിൽ ആശ്രയിച്ച് അതിൻ്റെ മുകളിൽ ചവിട്ടി നടക്കുവാനും നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബോധ്യം, ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ. കർത്താവ് പറയുകയാണ്, ഈശോയിലൂടെയാണ് നമ്മൾ ദൈവപിതാവിൻ്റെ പക്കലേക്ക് പോകുന്നത്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അതായത് ഈശോയിലൂടെ ദൈവത്തെ സമീപിക്കേണ്ടവരാണ്, ദൈവപിതാവിൻ്റെ പക്കലേക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലെന്തെങ്കിലും പോരായ്മ നമ്മുടെ ജീവിതത്തിൽ ബലഹീനരായ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മളെ പരിപൂർണരാക്കാൻ, പൂർണ്ണമായി രക്ഷിക്കുവാൻ കർത്താവിന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ ഈശോയാണ് ഏക മധ്യസ്ഥനെന്നും ഈശോ സ്വർഗത്തിലേക്ക് പോയത് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഈശോ ആയിരിക്കുന്നിടത്തേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടിയാണെന്നും ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മുടെ ജീവിതത്തിൽ ധൈര്യവും വിശ്വാസവും തന്ന് സ്വർഗത്തെ നോക്കി മുന്നേറാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു തിരുനാളാണ് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് സ്വർഗാരോഹണ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 22-ാം വചനത്തിൽ ഉദ്ധാന ദിവസം തന്നെ വൈകുന്നേരം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് ഭയപ്പെടേണ്ട എന്നും സമാധാനമെന്നും പറഞ്ഞതിന് ശേഷം ഈശോ അവരോട് പറയുകയാണ്. യോഹന്നാൻ 20:22 അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ എല്ലാ കാര്യങ്ങളും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനും പൂർത്തീകരിക്കുവാനും കർത്താവ് നമുക്ക് തന്ന ജീവനുള്ള പരിശുദ്ധാത്മാവ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനത്തിൽ ഈശോയുടെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപ് ഈശോ അവസാനമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ വചനമായി നമ്മൾ വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായം 8-ാം വചനമാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലെയും
യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുവാനും നമ്മൾ ലോകത്തിൽ ഈശോയ്ക്ക് എല്ലായിടത്തും സാക്ഷികളായി മാറുവാനും വേണ്ട അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും കിട്ടും. ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെയും സഭയിലൂടെയും പല വ്യക്തികളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തും. ദൈവാത്മാവിൻ്റെ പ്രേരണയോട് നമ്മൾ അനുകൂലമായിട്ട് സഹകരിച്ചാൽ തീർച്ചയായും ഈ പ്രേരണകളെല്ലാം നമുക്ക് അനുഗ്രഹമായും ഈശോയ്ക്ക് ഒരു സാക്ഷി ജീവിതം നയിക്കുവാൻ സഹായിക്കുന്ന കാര്യമായും നമ്മുടെ ജീവിതത്തിൽ മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോക ജീവിതം സ്വർഗത്തെ നോക്കി ജീവിക്കാനുള്ളതാണെന്നും നമ്മൾ ഒറ്റയ്ക്കല്ല, ഈശോനാഥൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നും സഹായിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ടെന്നും നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഈശോയ്ക്ക് ഒരു സാക്ഷി ജീവിതം നയിക്കുക എന്നുള്ളതാണെന്നും ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അവസാനത്തെ അധ്യായം 28-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ഈശോ പറയുകയാണ്, നിങ്ങൾ പോയി എല്ലാ മനുഷ്യരെയും ശിക്ഷപ്പെടുത്തുക. ഈ ലോകത്തിൽ നിങ്ങൾ എനിക്ക് സാക്ഷികളായി ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല ജനങ്ങളെയും എന്നെക്കുറിച്ച് അറിയിക്കുക, അവരെ സാക്ഷികളാക്കി മാറ്റുക. പ്രിയപ്പെട്ടവരെ, തിന്നും കുടിച്ചും കുറേ വർഷം ശരീരത്തിൻ്റെ ആരോഗ്യവും സന്തോഷവും നോക്കി ഒരു ദീർഘായുസ് പ്രാപിക്കുവാനായിട്ടല്ല കർത്താവ് ഈ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു ജീവിതം തന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് ഒരു സാക്ഷി ജീവിതം നയിക്കുവാൻ, ഫലമുള്ള ഒരു ജീവിതം നയിക്കുവാൻ. ഈശോ പറഞ്ഞു, നിങ്ങളുടെ സ്നേഹം കണ്ട്, നിങ്ങളുടെ ജീവിതം കണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. അതിലൂടെ ദൈവപിതാവ് മഹത്വപ്പെടും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ഉം 8-ഉം വചനത്തിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിച്ചാൽ, എൻ്റെ വചനം നിങ്ങളിൽ നിലനിന്നാൽ ഇഷ്ടമുള്ളത് ചോദിക്കുക, ഫലം പുറപ്പെടുവിക്കുക. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതിലൂടെ ലോകത്തെ അറിയിക്കുക, അതിലൂടെ ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുക. ഈ 4 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഒരു സാക്ഷി ജീവിതത്തിലൂടെ കർത്താവ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്കങ്ങനെ ജീവിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഈശോ സ്വർഗത്തിലേക്ക് പോയതുപോലെ എൻ്റെ ജീവിതവും സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ജീവിതമാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നമുക്കെല്ലാവർക്കും ജീവിക്കുവാനായിട്ട് സാധിക്കണം. ലോകത്തോട് ഒരു അകന്ന ബന്ധം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ലുത്തീനിയ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്: നിത്യവിരക്തയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയ്ക്ക് പാപത്തോടും തിന്മയോടും പിശാചിനോടും ലോകത്തോടും ഒരു വിരക്തി ആയിരുന്നു നമുക്കറിയാം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റേതല്ലാത്തതായിട്ട് ലോകത്തിൽ ജീവിക്കുവാൻ, ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം കടന്നു പോകുന്നതാണെന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കുവാൻ, എൻ്റെ ജീവിതം ഈ ലോകത്തിൽ കാലാകാലം കിടക്കുവാനായിട്ടുള്ളതല്ല എന്നുള്ളൊരു ബോധ്യത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ഉപവാസ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായി, തപസ് ധ്യാനത്തിൽ പങ്കെടുക്കുവാനായി ഒരു ചേച്ചി ധ്യാനത്തിൽ കൂടുവാനായിട്ട് വന്നു. ധ്യാനം തുടങ്ങി 3 ദിവസത്തെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഒരു ധ്യാനമാണ് തപസ് ധ്യാനം. ആ ധ്യാനം 2 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ, വ്യാഴാഴ്ച വൈകുന്നേരം തുടങ്ങി, വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച രാവിലെ ഒരു ക്ലാസ് എടുക്കുവാനായി ഞാൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഓഫീസിൻ്റെ മുൻപിൽ ഒരു സഹോദരി നിൽക്കുകയാണ്. അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛാ, ഞാൻ വരുന്ന അച്ഛനെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ വളരെ ആഗ്രഹിച്ചാണ് ഒരു ഉപവാസ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായി പ്രാർത്ഥിച്ച്. ഇപ്പോഴാണ് ഈ കഴിഞ്ഞ വർഷം നോമ്പുകാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഈ വലിയ നോയമ്പിലാണ് എനിക്ക് ഈശോ ഒരു ഉപവാസ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് അവസരം തന്നത്. അവരെന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ വലിയ ആഗ്രഹത്തോടെ 2 ദിവസം പിന്നിട്ട് ഇന്നലെ രാത്രി ഓഫീസിലേക്ക് ഇതാ ഫോൺ വന്നിരിക്കുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ മരിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ തപസ്, ഈ ധ്യാനം പൂർത്തിയാക്കണമോ അതോ ഞാൻ ഭർത്താവിൻ്റെ സഹോദരൻ്റെ അടക്കിന് പോകണമോ? അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ഭർത്താവിൻ്റെ സഹോദരനാണോ? അപ്പോൾ എന്നോട് പറഞ്ഞു അതെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പോകുന്നത് നല്ലതായിരിക്കും. ധ്യാനം എല്ലാ മാസവും ഉണ്ടല്ലോ, അടുത്ത ഏതെങ്കിലും ഒരു മാസം സൗകര്യത്തിൽ വന്ന് കൂടിയാൽ മതി. അപ്പോഴവരെന്നോട് പറഞ്ഞു, ഭർത്താവ് ഗൾഫിലാണ്, അദ്ദേഹത്തിൻ്റെ വിസയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് വരാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പോകണം.
അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് സമയം. ഞാൻ അങ്ങനെ അവരോട് സംസാരിച്ചപ്പോൾ അവർ സ്വന്തം നിയോഗങ്ങളും വീട്ടിലെ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുവന്ന കുറേ നിയോഗങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അതിൻ്റെ കൂടെ ആ വ്യക്തി, ആ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, മരിച്ച എൻ്റെ ഭർത്താവിൻ്റെ ഈ സഹോദരനും വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്നിട്ട് 1 വർഷം കഴിഞ്ഞെങ്കിലും അവർ പറഞ്ഞ ഒരു 2-3 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അവർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതാണ്: മരിച്ചുപോയ ഈ വ്യക്തി, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ, എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നല്ല അറിവും പരിജ്ഞാനവുമുള്ള വ്യക്തിയാണ്. ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും അദ്ദേഹത്തിന് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. വെറുതെയുള്ള വർത്തമാനമല്ല, നല്ല ആധികാരികമായിട്ട് ഏത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടുള്ള ഒരു അറിവ് അദ്ദേഹത്തിനുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവുള്ളതുകൊണ്ട് എല്ലാവരെയും വിമർശിക്കും അച്ഛ എന്ന് പറഞ്ഞു. എല്ലാവരെയും വിമർശിക്കും. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുന്നതിന് മുൻപാണ് ഈ സംഭവം. ആ ചേച്ചി എന്നോട് പറഞ്ഞ കൃത്യമായ വാക്ക് ഇങ്ങനെയാണ്: മാർപ്പാപ്പയെ പോലും വിമർശിക്കും അച്ഛ, സഭയെ വിമർശിക്കും, ബന്ധുക്കളെ വിമർശിക്കും, നാട്ടുകാരെ വിമർശിക്കും, എല്ലാവരെയും വിമർശിക്കും. എന്നിട്ട് മൂന്നാമത് അവസാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: കൂദാശകളൊക്കെ സ്വീകരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. കൂദാശകൾ സ്വീകരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. ലിവർ സിറോസിസ് വന്നാണ് മരിച്ചത്, കരളിന് കേടുവന്നാണ് മരിച്ചത്. ഇതിനു മുൻപും പലപ്പോഴും ഈ രോഗം വന്ന് മൂർച്ഛിച്ച് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും എത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ബന്ധുക്കളും കുടുംബത്തിലുള്ളവരും ഈ വ്യക്തിയുടെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. ബോധം നഷ്ടപ്പെടുന്ന സമയം വരെ ആരും പറഞ്ഞത് മുഖവിലയ്ക്ക് ഇദ്ദേഹം എടുത്തില്ല. ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. ദൈവം പല അവസരങ്ങളും കൊടുത്തു. മരണകരമായ സാഹചര്യത്തിലേക്ക് വരെ ദൈവം കൊണ്ടുവന്നു. പക്ഷേ നിത്യതയെക്കുറിച്ച് ഒരു ചിന്ത, ഇത്രയും അറിവും അനുഭവവും ലോകത്തിലുള്ള സർവ്വ മനുഷ്യരുടെയും കുറവുകളും കുറ്റങ്ങളും എല്ലാം കണ്ടുപിടിക്കാനും വിമർശിക്കാനും അറിയാവുന്ന വ്യക്തിക്ക് സ്വന്തം ആത്മാവിൻ്റെ നിത്യരക്ഷയുടെ ഒരു സാഹചര്യം വന്നപ്പോൾ ദൈവം പലതവണ അവസരം കൊടുത്തിട്ട് പോലും അതിനെക്കുറിച്ചുള്ള ഒരു വെളിച്ചം, ഒരു തിരിച്ചറിവ്, ബോധ്യം അദ്ദേഹത്തിനുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ഈസ്റ്ററാണ് നമുക്കറിയാം. അത് കഴിഞ്ഞ് 40 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ആഘോഷിക്കുന്ന ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതം സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം എന്ന് തിരുസഭയിലൂടെ, ദൈവവചനത്തിലൂടെ ഈശോ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. കൊളോസോസാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പൗലോസ്ലീഹായിലൂടെ ഈശോയുടെ ഒരു സന്ദേശം നമ്മൾ മനസ്സിലാക്കുകയാണ്. കൊളോസോസാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വചനം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. നമ്മൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും നോക്കുന്നതും ലക്ഷ്യം വെക്കുന്നതും അധ്വാനിക്കുന്നതും ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുന്നതും എല്ലാം ഈ ലോകത്തുള്ള പലതും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷയാകുമ്പോൾ, ഇൻ്റർവ്യൂ ആകുമ്പോൾ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പോയി വളരെയധികം പ്രാർത്ഥിക്കാറുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളേറെ സന്തോഷിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഈ ലോകത്തുള്ള എന്തെങ്കിലും കിട്ടുവാനും അത് കിട്ടിക്കഴിയുമ്പോൾ അതിനോട് പറ്റിച്ചേർന്ന് സന്തോഷിക്കുവാനുമുള്ളതല്ലെന്നും നമ്മൾ ഈ ലോകത്തിൻ്റേതല്ലെന്നും നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോകേണ്ടവരാണെന്നും നമ്മൾ ഓർക്കണം. സ്വർഗം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, ദൈവം കർത്താവിൻ്റെ തിരുമുൻപിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്, ഈശോയോടൊപ്പം ഞാനും ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കാര്യമാണെന്ന് പ്രത്യേകമായിട്ട് ഈ സ്വർഗാരോഹണ തിരുനാൾ ദിവസം നമ്മളെ ദൈവം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങളുണ്ടെങ്കിൽ സ്വർഗം നമുക്ക് കിട്ടുമെന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഇതാണ്: വിശ്വാസം. രണ്ടാമത്തെ കാര്യം ഇതാണ്: ആഗ്രഹം. മൂന്നാമത്തെ കാര്യം ഇതാണ്: നല്ലൊരു സാക്ഷി ജീവിതം. നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ഈ ലോകത്തിൽ ദൈവവചനപ്രകാരം ഒരു സാക്ഷ്യജീവിതം നയിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ്
താനായിരിക്കുന്നിടത്തേക്ക്. വചനത്തിലൂടെ പറയുന്നത് പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും പോകുന്നത് അനേകം വാസസ്ഥലം ഉള്ള സ്ഥലത്ത് നിങ്ങൾക്കും സ്ഥലമൊരുക്കുവാനാണെന്നുള്ള ഈശോയുടെ വചനം നമുക്ക് ഓർക്കാം. ഈ സ്വർഗാരോഹണ തിരുനാളിൽ ഈശോയെ നീ ആയിരിക്കുന്നിടത്ത് എന്നെയും എത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗാരൂപിതനായ ഈശോനാഥൻ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ നന്മയിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടവരില്ല. വിശുദ്ധ ലൂയി മരിയ ഡി മോൺഫോർട്ട്.